ഹിന്ദു ഏകതാ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ച് ദേവസ്വം ബോർഡ്. കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടിക്കാണ് ദേവസ്വം ബോർഡ് അനുമതി നിഷേധിച്ചത്. മുൻകൂട്ടി പണം അടച്ച് അനുമതി വാങ്ങിയ പരിപാടിക്കാണ് അനുമതി ഇല്ലെന്ന് ഇപ്പോൾ പറയുന്നത്. അതേസമയം പരിപാടി നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച സ്ഥലത്ത് തന്നെ നടത്തുമെന്ന നിലപാടിലാണ് സംഘാടകർ. വൈകിട്ട് 4 മണിക്കാണ് പരിപാടി. വിശദാംശങ്ങളുമായി കോട്ടയത്തു നിന്നും ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം അനുമതി നൽകിയിരുന്നു, ഇപ്പോഴത്തെ അനുമതി നിഷേധിച്ചിരിക്കുന്നു. എന്ത് കാരണമാണ് ഈ അനുമതി നിഷേധിക്കുന്നതിൽ അവർ പറയുന്നത്? KP അതായത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ശതാബ്ദി വർഷങ്ങളുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് എല്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി തലങ്ങളിലും ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ പരിപാടി കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിലാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. മാസങ്ങൾക്ക് മുൻപ് തന്നെ പരിപാടി തീരുമാനിച്ച് ക്ഷേത്രത്തിൻ്റെ അധികൃതരിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് പണമടച്ച് ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിൻ്റെ അനുമതി നേരത്തെ വാങ്ങിയിരുന്നതാണ്. ഏറ്റവും ഒടുവിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അതിൻ്റെ അവസാന നിമിഷത്തിൽ, അതായത് ഇന്നലെ രാത്രിയാണ് ദേവസ്വം ബോർഡ് ഒരു കത്ത് സംഘാടകർക്ക് നൽകുന്നത്. അതായത് ഈ പരിപാടിക്ക് അനുമതി നൽകാൻ സാധിക്കില്ല, പരിപാടി നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഏറ്റവും അവസാന നിമിഷത്തിൽ അവർ എതിർപ്പുമായിട്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ സംഘാടകർ അവർ എന്തു വന്നാലും ഈ പരിപാടി നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച സ്ഥലത്ത് തന്നെ നടത്തും എന്ന് തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് ഇപ്പോൾ അല്പസമയത്തിനകം 4 മണിയോടുകൂടി പരിപാടി ആരംഭിക്കും. ഇപ്പോൾ പരിപാടിക്ക് വേണ്ടിയിട്ട് വലിയ ഭക്തജനങ്ങൾ അല്ലെങ്കിൽ ജനസഞ്ചയം തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. കൃത്യമായിട്ട് സംഘം RSS നിശ്ചയിച്ച പോലെ തന്നെ ആ പരിപാടി കൃത്യസമയത്ത് തന്നെ നടപ്പാക്കാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. വേദിയും സദസ്സും അടക്കം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ പരിപാടിയുടെ സംഘാടകരായിട്ടുള്ള ആളുകൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ശങ്കരചേട്ടാ, എന്താണ് ശരിക്കും സംഭവിച്ചത്? നമ്മളെല്ലാ അനുമതിയും മുൻകൂറായിട്ട് വാങ്ങിയിരുന്നതാണ്. ഏറ്റവും ഒടുവിൽ അവരിങ്ങനെ ഒരു അനുമതി നിഷേധിക്കാൻ കാരണം എന്താണ്? അവർ കാരണമായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. നമ്മൾ കഴിഞ്ഞ 22-ാം തീയതി ഫെബ്രുവരി മാസം കഴിഞ്ഞ മാസം 22-ാം തീയതി നിശ്ചയിച്ചതനുസരിച്ച് അവർ പറഞ്ഞതനുസരിച്ച് അതിൻ്റെ പണം 13,000 ചില്ലുവാനം രൂപ അടച്ച് രസീത് വാങ്ങിക്കുകയും അതിനുശേഷം പിന്നീട് അവർക്ക് അവരുടെ ദേവസ്വം മാനുവൽ അനുസരിച്ചുള്ള നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നടത്തിക്കൊള്ളാം, പ്രത്യേകിച്ച് ഏകവർണ്ണ കൊടി ഉപേക്ഷിക്കണം എന്നവർ പറഞ്ഞു. അങ്ങനെ അത്തരത്തിലൊരു നിബന്ധന പൂർത്തിയാക്കുന്ന രീതിയിൽ നമ്മൾ എഗ്രിമെൻ്റ് വെച്ച് ഒക്കെ അംഗീകാരമൊക്കെ കിട്ടി നമ്മൾ നടത്തി അതിൻ്റെ സംഘാടനത്തിൻ്റെ എല്ലാ മേഖലയും പൂർത്തീകരിച്ചതാണ്. അതിൻ്റെ മൈക്കിൻ്റെ അറേഞ്ച്മെൻറ്റ്സുകൾ, മറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ആളുകളുടെ സംഘാടനം, ആളുകളെ ക്ഷണിച്ച് വരുത്തുന്നതിന് വേണ്ടി വിശിഷ്ട വ്യക്തികളെ ക്ഷണിച്ചത്, ഇത്തരം കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്തതിന് ശേഷം ഇന്നലെ വൈകുന്നേരമാണ് അവർ നിർബന്ധിതമായി പറയുന്നത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും വലിയ സംഘടിപ്പിക്കാൻ പറ്റാതെ വരികയും ഇതിനെ ബോധപൂർവമുള്ള ഒരു പരിശ്രമമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് നിയമപരമായി തന്നെ കിട്ടിയതനുസരിച്ച് കിട്ടിയ നിയമത്തിൻ്റെ തന്നെ ഇതിൽ നമ്മൾ അടച്ച രസീത് ഉണ്ട് നമ്മുടെ കൈവശം, അവരുമായിട്ടുള്ള എഗ്രിമെൻ്റ് നമ്മുടെ കൈവശമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ടും നടത്തണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്. നമ്മളിപ്പോൾ നിശ്ചയിച്ച സമയത്ത് തന്നെ പരിപാടി നടത്താൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അവർ എതിർപ്പുമായിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് വളരെ ആത്മീയമായിട്ട് നടക്കുന്ന ഒരു ഹിന്ദു സമാജത്തിൻ്റെ ഒരു ഏകതയും അതിൻ്റെ ഒരു ധർമ്മത്തിൻ്റെ ഒരു പുനരുദ്ധാരണവും ഒക്കെയാണ് ഇതിൻ്റെ സന്ദേശം എന്നുള്ളത്. ധർമ്മജാഗരണം എന്നുള്ളതാണ്. അപ്പോൾ ഭാരതത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആധ്യാത്മികമായിട്ടുള്ള പരിപോഷണത്തിനും വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലൊരു വലിയ വെല്ലുവിളിയൊന്നും ഇതിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. രാഷ്ട്രീയ താല്പര്യത്തെ തുടർന്ന് തന്നെ ആയിരിക്കാം ഇങ്ങനെ ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു നിലപാടെടുത്തതെന്ന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ശങ്കപ്പെടാം. കാരണം അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ ആദ്യ സമയത്തൊക്കെ ഉണ്ടായത്. വളരെ അടുത്ത ഘട്ടത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള വലിയ ആസൂത്രണത്തിൻ്റെ ഫലമായിട്ടായിരിക്കും ഇത് നിരാകരിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും
എന്തായാലും വളരെ നന്ദിയായിട്ട്. എന്തായാലും അത് തന്നെയാണ്, അതായത് ഒരു രാഷ്ട്രീയ താല്പര്യത്തെ തുടർന്നാണ് ദേവസ്വം ബോർഡ് അവസാന നിമിഷം പരിപാടിക്ക് അനുമതി നിഷേധിച്ചത്. കൃത്യമായിട്ട് ഇടത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ താല്പര്യത്തെ തുടർന്ന് തന്നെയാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പരിപാടി കൃത്യസമയത്ത് തന്നെ നടക്കും, നിശ്ചയിച്ചതുപോലെ തന്നെ നടക്കും. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ജനസഞ്ചയം, അത് ഈ പരിപാടി അല്ലെങ്കിൽ ആ പരിപാടിയുടെ സന്ദേശം എത്രമാത്രം വലുതാണ്, അത് ആ ആഹ്വാനവും സന്ദേശമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കുചേരാനായിട്ട് വന്നിരിക്കുന്ന വലിയ ഭക്തജന സഞ്ചയമാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും എതിർപ്പുമായി ഇത്തരത്തിലുള്ള ആളുകൾ വീണ്ടും വരികയാണെങ്കിൽ അതിനെ നിയമപരമായി തന്നെ നേരിടുമെന്നുള്ളതാണ് ഈ പരിപാടിയുടെ സംഘാടകർ കൃത്യമായിട്ട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 4 മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കും. കൃത്യമായിട്ട് ഈ അവസാന നിമിഷം ഈ ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട് CPM നടത്തിയിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ നീക്കത്തിന് കൃത്യമായിട്ട് മറുപടി പൊതുജനങ്ങൾ തന്നെ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വലിയ സംഖ്യയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സദസ്സ് അല്ലെങ്കിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പരിപാടി അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. സംഘാടകരുടെ കൃത്യമായിട്ടുള്ള ദൃഢനിശ്ചയത്തിൻ്റെയും നിശ്ചയിച്ച പരിപാടി നിശ്ചയിച്ച സമയത്ത് തന്നെ നടത്തും എന്നുള്ള അവരുടെ ആ ഉറച്ച തീരുമാനത്തിൻ്റെയും പ്രതിഫലനമായി തന്നെ ഈ പരിപാടിയെ തുടങ്ങുന്നതിന് മുൻപുള്ള ആദ്യ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ആദ്യ നിമിഷങ്ങളിലെ കാഴ്ചകൾ നമുക്ക് വ്യക്തമാക്കി തരികയാണ് KP. അത് തന്നെയാണ്, ഹിന്ദു ഏകതാ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. അവസാന നിമിഷമാണ് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടിക്കാണ് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. എന്നാൽ മുൻകൂട്ടി പണമടച്ച് അനുമതി വാങ്ങിയ പരിപാടിക്കാണ് അനുമതി ഇല്ല എന്നിപ്പോൾ പറയുന്നതെന്നും ഏത് രീതിയിലായി കഴിഞ്ഞാലും ആ സമയത്ത് തന്നെ നിശ്ചയിച്ച പ്രകാരം തന്നെ പരിപാടി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സംഘാടകർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്.